മലയാള ഡിജിറ്റൽ ലോകത്ത് ഇന്ന് ഒട്ടുമിക്ക ചലച്ചിത്ര ടെലിവിഷൻ താരങ്ങൾക്കും സ്വന്തമായി യൂട്യൂബ് ചാനലുകളുണ്ട്. തങ്ങളുടെ പുതിയ വിശേഷങ്ങളും സിനിമാ പ്രമോഷനുകളും ഒക്കെ പങ്കുവയ്ക്കാൻ എല്ലാവരും ഈ മാധ്യമം ഉപയോഗിക്കുന്നു. എന്നാൽ മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ വ്ളോഗർ ആരെന്ന ചോദ്യത്തിന് സോഷ്യൽ മീഡിയയ്ക്ക് എന്നും ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് പേളിമാണിയാണ്. വ്ളോഗിംഗ് എന്താണെന്ന് കേരളക്കാരെ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ സ്വന്തമായി ചാനൽ ആരംഭിച്ച് ഇന്ന് 46 ലക്ഷത്തിലധികം ഫോളോവേഴ്സുമായി ഡിജിറ്റൽ ലോകം ഭരിക്കുന്ന സെലിബ്രിറ്റിയാണ് പേളി. പേളിയുടെ കരിയർ വ്ളോഗുകളോ യാത്രകളോ വലിയ ആഘോഷങ്ങളോ അല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുന്നത്. മറിച്ച് തങ്ങളുടെ വീട്ടിലെ ബേബി സിറ്ററായ രഞ്ജു എന്ന പെൺകുട്ടിക്ക് പേളി നൽകിയ തികച്ചും വൈകാരികവും ഹൃദയസ്പർശിയുമായ ഒരു സർപ്രൈസ് സമ്മാനത്തിന്റെ വീഡിയോയാണ്. കേവലം ഒരു കാഴ്ചക്കാരെ കൂട്ടാനുള്ള അടവായി മാറാതെ മനുഷ്യത്വത്തിന്റെയും സ്നേഹത്തിന്റെയും വലിയൊരു സന്ദേശം നൽകുന്ന ഈ വീഡിയോയിലൂടെ പേളിമാണി വീണ്ടും പ്രേക്ഷകരുടെ പ്രിയങ്കരിയാകുന്നു. പേളിയുടെയും ശ്രീനീഷിന്റെയും രണ്ടാമത്തെ മകൾ ജനിച്ച ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയ അന്ന് മുതലാണ് രഞ്ജു ആ കുടുംബത്തിന്റെ ഭാഗമാകുന്നത്. കഴിഞ്ഞ 2 വർഷമായി പേളിയുടെ മകളുടെ നിഴലായി അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി രഞ്ജു ഒപ്പമുണ്ട്. എന്നാൽ പേളിക്ക് രഞ്ജു വെറും ഒരു വീട്ടുജോലിക്കാരെയോ അല്ലെങ്കിൽ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരെയോ മാത്രമല്ല. വീഡിയോയിൽ പേളി രഞ്ജുവിനെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: നിറ്റാര ജനിച്ച് ഞാൻ വീട്ടിലേക്ക് വന്ന അന്നാണ് രഞ്ജു ഞങ്ങൾക്ക് ഹെൽപ്പറായി ജോലി ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കുട്ടിയാണ്. മക്കളുടെ കാര്യങ്ങൾ മാത്രമല്ല, എൻ്റെ കാര്യങ്ങൾ വരെ നോക്കും. നല്ലൊരു പാവം കൊച്ചാണ്. അവളിപ്പോൾ ഞങ്ങൾക്ക് ബേബി സിറ്റർ മാത്രമല്ല, കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയായി, എനിക്കൊരു അനിയത്തെ പോലെയായി. തങ്ങളെ അത്രത്തോളം മനസ്സിലാക്കി ഒപ്പം നിൽക്കുന്ന രഞ്ജു വ്യക്തിപരമായി ചില കാരണങ്ങളാൽ ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്ന പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ ചിത്രീകരിക്കുന്നത്. രഞ്ജു നാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് അവൾക്ക് മറക്കാനാവാത്ത ഒരു സമ്മാനം നൽകണമെന്ന് പേളി ആഗ്രഹിച്ചു. സാധാരണയായി വസ്ത്രങ്ങളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ഒക്കെ സമ്മാനിക്കാറുണ്ടെങ്കിലും വിലമതിപ്പുള്ളതും അവൾക്ക് എപ്പോഴും സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നതുമായ ഒരു മികച്ച സമ്മാനം നൽകാൻ പേളി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരു സ്വർണ്ണമാലയും കൈചെയിനും വാങ്ങുന്നത്. ഈ മനോഹരമായ നിമിഷം തന്റെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മിച്ചു വെക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുക്കുന്നതെന്നും പേളി വ്യക്തമാക്കുന്നുണ്ട്. നേരിട്ട് ചെന്ന് സമ്മാനം കൊടുത്താൽ രഞ്ജു വാങ്ങാൻ മടിച്ചേക്കും എന്നതുകൊണ്ട് വളരെ രസകരമായ ഒരു കള്ളക്കഥ പറഞ്ഞാണ് പേളി രഞ്ജുവിനെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. മകൾ നിറ്റാരയ്ക്ക് പുതിയ കമ്മലിട്ട് കൊടുക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞാണ് രഞ്ജുവിനെ അരികിലേക്ക് വിളിക്കുന്നത്. തുടർന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ പേളി ആ സ്വർണ്ണമാല രഞ്ജുവിന്റെ കഴുത്തിൽ അണിയിച്ചു. ആദ്യം അത്ഭുതപ്പെടുകയും പിന്നീട് തനിക്ക് ലഭിച്ചത് വലിയൊരു സമ്മാനമാണെന്ന് തിരിച്ചറിയുകയും ചെയ്തപ്പോൾ രഞ്ജു സന്തോഷം സഹിക്കാനാവാതെ പേളിയെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. എൻ്റെ അനിയത്തിക്ക് ഗിഫ്റ്റ് കൊടുത്തതായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് എന്ന് പറഞ്ഞപ്പോൾ പേളിയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി. തന്റെ മുഖം അല്പം വാടിയാൽ പോലും അത് മനസ്സിലാക്കി ചായ ഇട്ട് തരുന്ന രഞ്ജുവിന്റെ കരുതലിനെ കുറിച്ചും പേളി വാചാലയായപ്പോൾ ആ രംഗം കണ്ട പ്രേക്ഷകരുടെ കണ്ണ് നിറഞ്ഞു. ഈ വീഡിയോ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും തരംഗമായതോടെ പേളിയെ അഭിനന്ദിച്ചുകൊണ്ട് 10,000-കണക്കിന് കമന്റുകളാണ് വരുന്നത്. ഇതിൽ ഭൂരിഭാഗം കമന്റുകളും ഇന്നത്തെ കാലത്തെ മറ്റു ചില ഇൻഫ്ലുവൻസർമാരുടെ പെരുമാറ്റവുമായി പേളിയെ താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായ ചില പ്രധാന കമന്റുകൾ ഇങ്ങനെയൊക്കെയാണ്: ക്ലാസ് കൾച്ചർ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും യൂറോപ്യൻ ട്രിപ്പ് പോകുന്നതോ ആഡംബര ജീവിതം കാണിക്കുന്നതോ ഒന്നുമല്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള സാധാരണക്കാരായ മനുഷ്യരെ പരിഗണിക്കാനും അവരെ മാനിക്കാനും പഠിക്കുന്നതാണ്. സ്വന്തം ഭർത്താവിന്റെ അമ്മയെ പോലും അമ്മ എന്ന് വിളിക്കാൻ മടിക്കുന്ന കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത സോ കോൾഡ് ഇൻഫ്ലുവൻസർമാരുടെ കാലത്ത് വീട്ടിലൊരു സാധാരണ ജീവനക്കാരിയെ സ്വന്തം അനിയത്തി പോലെ കണ്ട് സ്വർണ്ണമാല സമ്മാനിക്കുന്ന പേളി ഒരു മാലാഖയാണെന്ന് ആരാധകർ പറയുന്നു. പേളി തന്റെ ഭർത്താവ് ശ്രീനീഷിന്റെ അമ്മയെയും അവരുടെ ബന്ധുക്കളെയും എത്രത്തോളം സ്നേഹത്തോടെയും കരുതലോടെയുമാണ് നോക്കിക്കാണുന്നതെന്ന് മുൻപ് പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടെന്നും മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ആ മനസ്സ് തന്നെയാണ് പേളിയുടെ വിജയത്തിന് അടിസ്ഥാനമെന്നും ആരാധകർ കുറിച്ചു. പലപ്പോഴും സിനിമ, സീരിയൽ സെലിബ്രിറ്റികളുടെ വീടുകളിലെ ജോലിക്കാരെ കടുത്ത നിയന്ത്രണങ്ങളോടെയും അകലത്തോടെയുമാണ് പൊതുസമൂഹം കാണാറുള്ളത്. എന്നാൽ പേളിമാണിയും കുടുംബവും തങ്ങളുടെ വ്ളോഗുകളിലൂടെ ഈ ചിന്താഗതിയെ പൂർണ്ണമായി തിരുത്തി കുറിക്കുകയാണ്. വീട്ടുജോലിക്ക് നിൽക്കുന്നവരും തങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷയ്ക്കും സന്തോഷത്തിനും വേണ്ടി ജീവിക്കുന്നവരാണെന്നും അവരെ തുല്യമായി കാണണമെന്നും പേളി പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുന്നു. ഒരു വ്യക്തിക്ക് എന്ത് സാധനവും മറ്റൊരാൾക്ക് കൊടുക്കാമെങ്കിൽ ആദ്യം അതിനുള്ള വലിയൊരു മനസ്സ് വേണം. പണം ഉണ്ടായതുകൊണ്ട് മാത്രം ആരും മറ്റുള്ളവർക്ക് സ്വർണവും പണവും സമ്മാനിക്കില്ല. തന്റെ കൂടെ നിൽക്കുന്നവരുടെ അധ്വാനത്തെയും സ്നേഹത്തെയും വിലമതിക്കാൻ പേളിക്ക് കഴിയുന്നു എന്നതാണ് ഈ വീഡിയോ നൽകുന്ന ഏറ്റവും വലിയ ഗുണപാഠം. മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധുനിക കാലത്ത് സോഷ്യൽ മീഡിയ വെറും കാശുണ്ടാക്കാനുള്ള ഒരിടം മാത്രമായി കാണുന്നവർക്കിടയിൽ പേളിമാണിയുടെ ഈ വീഡിയോ ഒരു വലിയ മാതൃകയാണ്. നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന മനുഷ്യരെ എങ്ങനെ ചേർത്ത് നിർത്തണമെന്ന് ഈ താരം മലയാളികൾക്ക് കാണിച്ചു തരുന്നു. താൻ ചെയ്യുന്ന നന്മകൾ ലോകത്തെ കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നതെന്ന് ചില വിമർശകർ പറഞ്ഞേക്കാമെങ്കിലും ഇത്തരം നല്ല കാര്യങ്ങൾ വീഡിയോയിലൂടെ കാണിക്കുന്നത് സമൂഹത്തിൽ നല്ലൊരു സന്ദേശം പ്രചരിപ്പിക്കാൻ സഹായിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും കാണിക്കുന്ന ഈ നല്ല മനസ്സ് തന്നെയാണ് പേളിയെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തെക്കാൾ ഉപരിയായി ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിലെ യഥാർത്ഥ രാജ്ഞിയാക്കി മാറ്റുന്നത്.